ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പാൽ കേക്കിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റിൽ വരുന്ന ഒരു അടിപൊളി കുഞ്ഞു ചായക്കടിയാട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇതെന്തായാലും കുട്ടികൾക്ക് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ മുട്ടയും മൈദയൊന്നും ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചപ്പാത്തിപ്പൊടി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വലിയൊരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 കപ്പ് ചപ്പാത്തിപ്പൊടി, 3/4 കപ്പ് പാൽപ്പൊടി, ഇത്തിരി ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 4 ടേബിൾ സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഏതെടുത്താലും കുഴപ്പമില്ല. ഞാനിവിടെ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഗ്ലാസ് പാല്. ഇതെല്ലാം കൂടി ഇട്ട് നമുക്കിത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ ഇത് കുഴക്കുമല്ലോ, ആ ഒരു രീതിയിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ പാൽ ഒഴിക്കുന്നത് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചെടുത്താൽ മതിയേ. അപ്പോൾ ഇതാക്കണം, നമ്മുടെ മാവ് നല്ലൊരു പരുവത്തിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഇത് പരത്തിയെടുക്കുമല്ലോ, അതിൻ്റെ മാതിരി കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് പരത്തിയെടുക്കണം. അധികം നൈസ് ആവണ്ട, അധികം കട്ടിയാവണ്ട, ആ ഒരു രീതിയിലാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. ഇപ്പോൾ ഇതാക്കണം, നമ്മൾ എല്ലാം നല്ലോണം ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കത്തി വെച്ചിട്ട് ഇതാക്കണം, ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നീളത്തിലാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ഷേപ്പൊക്കെ നിങ്ങളെ ഇഷ്ടം. അപ്പം ഇതുപോലെ ഇതാക്കണം, എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. പറഞ്ഞപ്പോൾ ഇതാക്കണം, നമ്മളെല്ലാം പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നുകൂടി ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് പഞ്ചസാരയും 1 ഗ്ലാസ് വെള്ളവും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം മെൽറ്റായി വരുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാക്കണം, നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് നമ്മൾ മാറ്റി വെക്കണം. എന്നിട്ട് ഇതാക്കണം, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേക്കിൻ്റെ മാവില്ലേ, അത് ഇതാക്കണം, നല്ല ചൂടായ എണ്ണയിട്ടൊന്ന് പൊരിച്ചെടുക്കണം. അപ്പം നമ്മളിത് പൊരിച്ചെടുക്കുമ്പോൾ വേറെ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടണേ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഹൈ ഫ്ലെയിമിലിട്ട് എന്തായാലും കരിഞ്ഞുപോകേ. അപ്പോൾ നമ്മൾ ഇതാക്കണം, എല്ലാം ഇങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള മാവും കൂടി. എന്നിട്ട് ഇതാക്കണം, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഷുഗർ സിറപ്പില്ല, അതിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് തണുത്ത് പോകണ്ടോ, കുറച്ച് ചൂടെങ്കിലും അതിൽ വേണം. അതുപോലെ തന്നെ ഈ ഒരു കേക്കും ചൂട് തണിയണ്ട, എന്നാലേ ഇതിനുള്ളിലേക്ക് ഷുഗർ സിറപ്പ് കയറുള്ളൂ. നമ്മൾ ഇതാക്കണ 15 മിനിറ്റോളം ഈ കേക്ക് ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാക്കണ 15 മിനിറ്റിന് ശേഷം എടുത്ത് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പാൽ കേക്കിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായി വരുന്നതുവരേക്കും ബൈ.